അതെ, നല്ല പ്രോഗ്രസ് ഉണ്ട്. റിപ്പോർട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിൽ കയറണ്ട, പാഠങ്ങൾ പഠിക്കേണ്ട, വീട്ടിലോട്ട് അയച്ചാൽ മതി. പ്രോഗ്രസ്. പിന്നെ റിപ്പോർട്ട്. അത് നാട് കാണേണ്ട, ജനത്തെ അറിയേണ്ട, പ്രശ്നങ്ങളൊന്നും നേരിടുകയേ വേണ്ട. എല്ലാം ഭദ്രം സുഭദ്രം. പ്രോഗ്രസ് റിപ്പോർട്ട് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോരെ, മതിയേ മതി. കേരളത്തിൽ ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയിട്ട് 100 ദിവസമായി. ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന, ചിലപ്പോൾ ആരുടെയെങ്കിലും കഷ്ടപ്പാടോ അസുഖമോ കണ്ട് കീശയിലുള്ള കാശ് പോലും കൊടുത്ത് സഹായിക്കുന്ന ആശാവർക്കർമാർ അവരുടെ ശമ്പള വർധനയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ചോദിക്കുന്നത് തെറ്റാണോ? തലമുടി മുറിക്കൽ, നിരാഹാരം തുടങ്ങിയ സമരങ്ങൾക്ക് പ്രതികരണമില്ല. സാംസ്കാരിക പ്രവർത്തകരുടെയും മറ്റ് തൊഴിലാളി വർഗത്തിന്റെയും നിർദ്ദേശങ്ങളും പ്രതിഷേധങ്ങളും അവഗണിക്കപ്പെടുന്നു. ഹോണറേറിയം പോലും വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് മാത്രമല്ല, അത് അവർക്ക് യഥാസമയം കിട്ടാറുമില്ല. ആരോഗ്യ മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആശാവർക്കർമാരുടെ നേരെ തുടരുന്ന ഈ അനീതി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സർക്കാരിനോ പ്രസ്ഥാനത്തിനോ ഭൂഷണമാണോ? ഈ പ്രോഗ്രസ് റിപ്പോർട്ട് തുടരുന്ന അനീതിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണോ? എല്ലാറ്റിനും മാറ്റം വരും. ഇതിനെല്ലാം കണക്ക് പറയേണ്ടിയും വരും.